will just discuss about some doctrines. In fact, doctrines enshrined in the TP Act. So ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു doctrine already നമ്മൾ പറഞ്ഞതാണ്. So that is the doctrine of CPRE. Anyone remember what is CPRE? CPRE എന്ന് പറയുന്ന ഒരു doctrine ഞാനൊന്ന് പറഞ്ഞതാണ്, ഒരു ഫ്രഞ്ച് വേർഡ് ആണ്. സോ CPRE എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, law is more in favor of vesting than divesting എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതാണ് conditions precedent and conditions subsequent. So condition precedent conditional transfer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ transfer will take effect only on the fulfillment of certain conditions. So once those conditions are fulfilled, the transfer will be taking effect. So അത് എന്ന് പറയുന്നത് ഒരു condition precedent ആണ്. Condition precedent. So condition precedents are conditions which have to be complied with for completing a transfer. അപ്പോൾ അത് condition precedent. Condition subsequent എന്ന് നമ്മൾ പറഞ്ഞാണ്. Condition subsequent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the transfer will take effect, the property will the transferee will be getting the property, but there will be some added conditions in the document. In the document ഈ പറയുക, okay, transfer complete ആയി, but നിങ്ങളുടെ property ആണ് സമ്മതിച്ചു, but on the happening or non happening of certain what you call future uncertain events, if it happens, then the property will be divested. So the property will be going to a different person, not you. It will be divested from you. അപ്പം അങ്ങനത്തെ conditions ആണ്, they are called conditions subsequent. അതായത് transfer will happen. ആ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഈ ട്രാൻസ്ഫർ കിട്ടിയ ആള് ഈ ട്രാൻസ്ഫറുടെ കയ്യിൽ നിന്ന് ഈ പ്രോപ്പർട്ടി ചില സാഹചര്യത്തിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഡൈവെസ്റ്റ് ചെയ്തു പോകും. When certain conditions stipulated in the document has happened. അപ്പം അങ്ങനത്തെ കണ്ടീഷൻ, അതായത് പ്രോപ്പർട്ടി വെസ്റ്റ് ചെയ്തു കിട്ടി, അത് കഴിഞ്ഞിട്ട് ചില കണ്ടീഷൻസ് ഉണ്ടാകുമ്പം ആ പ്രോപ്പർട്ടി ആദ്യത്തെ ട്രാൻസ്ഫറിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് പോവുകയോ അല്ലെങ്കിൽ തിരിച്ചു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ. സോ ദോസ് കണ്ടീഷൻസ് ആർ കോൾഡ് കണ്ടീഷൻസ് സബ്സിക്വന്റ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ അന്ന് പറഞ്ഞത് CPREയുടെ കാര്യം ഒറ്റയതേ ഉള്ളൂ. കണ്ടീഷൻ പ്രീസിഡന്റിന്റെ ആണെങ്കിൽ സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ഈസ് റിക്വയർഡ്. സബ്സ്റ്റാൻഷ്യലി കംപ്ലൈ ചെയ്ത് കുറെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കണ്ടീഷൻസിന്റെ നല്ലൊരു ശതമാനം അത് കംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇറ്റ് വിൽ ബി വെസ്റ്റഡ്. ചിലപ്പം ചില കണ്ടീഷൻ ചില കാരണം കൊണ്ട് ചില ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് ആണ് ലോ പറയുന്നത്, അത് മതിയാവും. അതേസമയം കണ്ടീഷൻ സബ്സിക്വന്റ്, അതായത് ഡൈവെസ്റ്റിങ്ങിന് മുമ്പുള്ള കണ്ടീഷൻ സബ്സിക്വന്റ് ആണെങ്കിൽ അതിന്റെ സ്ട്രിക്റ്റ് കംപ്ലയൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഈ കണ്ടീഷൻ സബ്സിക്വന്റ് പറയുന്ന എല്ലാ കണ്ടീഷൻ സബ്സിക്വൻസും പ്രോപ്പറായിട്ട് പെർട്ടിക്കുലർ ഇതിൽ തന്നെ കറക്റ്റ് ആയിട്ട് കംപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഡൈവെസ്റ്റിംഗ് നടക്കൂ. സോ ഡൈവെസ്റ്റിംഗ് പാടാണ്, വെസ്റ്റിംഗ് ഈസിയാണ്. അപ്പൊ ലോ ഫേവേഴ്സ് വെസ്റ്റിംഗ് മോർ ദാൻ ഡൈവെസ്റ്റിംഗ്. അപ്പൊ ആ ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് CPRE എന്ന് പറയുന്ന ഡോക്ട്രിൻ. ഇനി നമുക്ക് ഇനി ഒരു പുതിയൊരു ഡോക്ട്രിൻ എന്ന് പറയുന്നത് സെക്ഷൻ 17 സാധനമാണ്, ദാറ്റ് ഈസ് കോൾഡ് അക്യുമുലേഷൻ. ഡോക്ട്രിൻ ഓഫ് അക്യുമുലേഷൻ. So accumulation എന്ന് പറയുന്നത് it refers to actually accumulation of what you call the ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വരുമാനം അല്ലെങ്കിൽ income from the property. Income arising out of a property can be directed to be accumulated for a certain period. അത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ we can see ആ ഡോക്യുമെന്റിൽ തന്നെ there can be certain conditions which says that okay, I am transferring this property to you, but the income arising out of the property should be accumulated, that is should be kept apart for a specific purpose. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ there are certain restrictions there. അപ്പം ഇങ്ങനെ ഒരു accumulation പറ്റുമെങ്കിലും this accumulation cannot go beyond a period of actually the lifetime of the transferor or a period of 18 years from the date of transfer. അതിൽ ഏതാണ് later which happens what you call on a later point of time. അപ്പം അങ്ങനെ ഉള്ളൊരു ഒരു സാധനമാണ് ഈ ഡോക്ട്രിൻ ഓഫ് അക്യുമുലേഷൻ. അക്യുമുലേറ്റ് ചെയ്യാൻ പറയാൻ പറ്റും ട്രാൻസ്ഫററിന്, പക്ഷേ that accumulation cannot exceed the longer of the lifetime of the transferor or 18 years from the date of transfer. അപ്പം നമുക്ക് പറയാൻ പറ്റും ഓക്കെ, ഞാൻ ഈ പ്രോപ്പർട്ടി തരുവാണ്, ബട്ട് പ്രോപ്പർട്ടി എന്നുള്ള ഈ ഒരു വരുമാനം അല്ലെങ്കിൽ ഇൻകം ഇത് ഒരിക്കലും ഒരു 18 വർഷത്തിൽ കൂടുതൽ പറയാൻ പറ്റില്ല. 18 വർഷം വരെ ഇത് അക്യുമുലേറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം.
അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറിന്റെ മരണം വരെയുള്ള സമയം, ഇതിൽ ഏതാണോ കൂടുതൽ വരുന്നത്, അപ്പൊ അത്രയും ടൈം മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി എന്നുള്ള വരുമാനം അക്യുമുലേറ്റ് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. 2 പോയിന്റ് ആണത്. ഒന്ന്, അക്യുമുലേഷൻ ക്യാൻ ഹാപ്പൻ ടിൽ ദി ലൈഫ് ടൈം ഓഫ് ദ ട്രാൻസ്ഫറർ ഓർ ടിൽ 18 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ, വിച്ച് എവർ ഈസ് ലോങ്ങർ. ഇതിൽ ഏതാണ് കൂടുതലുള്ളത്. ഇനി ഇതിന്റെ അകത്ത് ഇനി ഒരു കൂടുതലുള്ള ഒരു പീരീഡ് പറഞ്ഞു നോക്കുക. ഇഫ് ദ ഡോക്യുമെന്റ് പ്രിസ്ക്രൈബ്സ് എ പീരീഡ് ലോങ്ങർ ദാൻ ദിസ്, ദെൻ എന്താ പറയുക, ഈ ഒരു നേരത്തെ പറഞ്ഞ ടൈം ലിമിറ്റിന്റെ അവിടെ വെച്ചിട്ട് it perceives that all what happens is that after this 18 years or the lifetime of the transferor, the accumulation stops as if no further time is added. അപ്പം കൂടുതൽ പറഞ്ഞാൽ പോലും ഈ ഒരു ലിമിറ്റിൽ വന്ന് നിൽക്കും, അതിന്റെ അപ്പുറത്തോട്ട് അക്യുമുലേഷൻ നടക്കില്ല. അപ്പം ഇതിന്റെ അകത്ത് ഒരു 2 എക്സെപ്ഷൻ ആണല്ലോ, 3 എക്സെപ്ഷൻ, 3 എക്സെപ്ഷൻസ് ആർ ദർ. അതായത് അക്യുമുലേഷൻ കൂടുതൽ നാളത്തേക്ക് പോകാൻ പറ്റും. അത് വരുന്നതെന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓഫ് പേഴ്സണൽ ഡെറ്റ്, ട്രാൻസ്ഫറിന്റെയോ ഇത് കിട്ടിയ ആളുടെയോ പേയ്മെന്റ് ഓഫ് പേഴ്സണൽ ഡെറ്റിന് വേണ്ടിയിട്ടാണ് ഈ അക്യുമുലേഷൻ എന്നുണ്ടെങ്കിൽ ഇത് 18 വർഷം അല്ലെങ്കിൽ മറ്റേ ഡെത്ത് ഓഫ് ദ ട്രാൻസ്ഫർ അതിനേക്കാളും കുറച്ചുകൂടെ ആ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് നീങ്ങി പോകാൻ പറ്റും. രണ്ടാമത്തത്, പ്രൊവിഷൻ ഓഫ് പോർഷൻസ് ഓഫ് ചിൽഡ്രൻ ഓർ റിമോട്ടർ ഇഷ്യൂ ഓഫ് ദ ട്രാൻസ്ഫറർ ഓർ എനി അതർ പേഴ്സൺ. അപ്പം ഈ പ്രൊവിഷൻസ് ഓഫ് പോർഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഷെയർ ആണ്. അപ്പം ഈ ട്രാൻസ്ഫററിന്റെ മക്കൾക്കുള്ള ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു റിമോട്ടർ ഇഷ്യൂവിന്റെ ഷെയർ. വാട്ട് ഈസ് എ റിമോട്ടർ ഇഷ്യൂ? എന്താണ് റിമോട്ടർ ഇഷ്യൂ? അറിയാമോ ആർക്കെങ്കിലും? റിമോട്ടർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധു, ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ് റിമോട്ടർ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം കുട്ടികളെ നമ്മൾ ഇഷ്യൂസ് എന്ന് പറയും. റിമോട്ടർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ലോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്, അടുത്ത റിലേഷൻ അല്ലാത്ത ഒരു റിലേഷൻ ആണ് റിമോട്ടർ ഇഷ്യൂ. അപ്പൊ ഇങ്ങനെ റിമോട്ടർ ഇഷ്യൂ അല്ലെങ്കിൽ കുട്ടികളുടെ ഷെയർ കൊടുക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ അത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ദ തേർഡ് എക്സംഷൻ ഈസ് ദ പ്രിസർവേഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് ദ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ. അപ്പം ഈ 3 കാര്യങ്ങൾക്കാണെങ്കിൽ ദി അക്യുമുലേഷൻ ക്യാൻ ഗോ ഫോർ എ ലോങ്ങർ period than what is mentioned in section 17 of TP Act. അപ്പോൾ സെക്ഷൻ 17ലാണ് ഈ അക്യുമുലേഷൻ പറയുന്നത്. അക്യുമുലേഷൻ സെക്ഷൻ 17ൽ പറയുന്ന അക്യുമുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അറൈസിംഗ് ഫ്രം ദ പ്രോപ്പർട്ടി. അപ്പം ആ പ്രോപ്പർട്ടി എന്നുള്ള അക്യുമുലേഷൻ ഇൻട്രസ്റ്റ് ആ പ്രോപ്പർട്ടി എന്നുള്ള വരുമാനം നമുക്ക് മാറ്റിവെക്കാൻ പറ്റും ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. എത്ര നാളത്തേക്ക്? 2 പോയിന്റ് ആണ്. ഒന്ന്, 18 വർഷം ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓർ till the lifetime or till the death of the transferor. ഇതിൽ ഏതാണോ ലോങ്ങർ ടൈം. ഈ 2 പോയിന്റ് ആണ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ എക്സെപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ട്രാൻസ്ഫറിന്റെ കടബാധ്യത തീർക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ടു പേ ഓഫ് ദ ഡെറ്റ് ഓഫ് ദ ട്രാൻസ്ഫറർ. അടുത്ത 2, പോർഷൻസ് ഓഫ് ചിൽഡ്രൻ ഓർ റിമോട്ടർ ഇഷ്യൂ, അതായത് അവരുടെ കുട്ടികളുടെ ഷെയർ കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത്. മൂന്നാമത്തത്, പ്രോപ്പർട്ടി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഉള്ള സാധനം. അപ്പൊ ഇതാണ് ഡോക്ട്രിൻ ഓഫ് അക്യുമുലേഷൻ. പിന്നെ ഉള്ളൊരു ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്നുള്ള പോയിന്റ് നിങ്ങൾ വേറെ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് ആക്സിലറേഷൻ? ഇത് നമ്മൾ ഈ ലോൺ എഗ്രിമെന്റ് ഒക്കെ നമ്മൾ എഴുതാൻ നേരം അതിൻ്റെ അകത്ത് ആക്സിലറേറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആക്സിലറേറ്റ് ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ലോണൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലോണൊക്കെ ഒരു 10 വർഷത്തെ ലോൺ ആണെന്ന് വെക്കുക. 10 വർഷം ഇൻസ്റ്റാൾമെന്റ് തിരിച്ചടച്ചുകൊണ്ടിരിക്കണം. അപ്പം ഇത് അതായിട്ട് ബന്ധമില്ല. ഞാൻ ഈ ആക്സലറേഷൻ നമ്മൾ ലീഗലി യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 10 വർഷത്തേക്ക് ലോൺ ആണെന്നുണ്ടെങ്കിൽ 10 വർഷം നമ്മളിങ്ങനെ EMI അടച്ചുകൊണ്ടിരിക്കണം എന്ന് വെക്കുക. അപ്പം അതിന്റെ ഇടയ്ക്ക് 1-2 മുടക്ക് വന്നു കഴിഞ്ഞാൽ ദെൻ ദ ബാങ്ക് വിൽ ആക്സിലറേറ്റ് ദ റീപേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാങ്ക് എന്ത് പറയും? എല്ലാം മതി, നിങ്ങൾ കറക്റ്റായിട്ട് അടയ്ക്കുന്നില്ല, അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ഒന്നും വേണ്ട, മൊത്തമായിട്ട് എനിക്ക് ഇപ്പൊ തന്നെ തിരിച്ചു തരിക. സോ യു പേ ഓൾ ദ ലോൺ റിമൈനിങ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് അറ്റ് വൺസ്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു പരിപാടിയാണ് ആക്സിലറേഷൻ. അവിടെ നമ്മൾ ഈ ആക്സിലറേഷൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യും. സോ ദേ ആർ ആക്സിലറേറ്റിംഗ്. ഒരു 10 വർഷത്തേക്ക് നടക്കേണ്ട കാര്യം അവരിപ്പം തന്നെ ലോൺ റീകോൾ ചെയ്തിട്ട് ഒറ്റയടിക്ക് പേ ചെയ്യാൻ പറയുന്നതാണ്. സോ ദാറ്റ്സ് ഓൾസോ ആക്സിലറേഷൻ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 27ലാണ് കവർ ചെയ്യുന്നത്. സെക്ഷൻ 27 ഓഫ് ദി TP ആക്ടിലാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ആക്സിലറേഷൻ കവർ ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ, നമ്മൾ ഒരാൾക്ക് ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ കൊടുക്കുകയാണെന്ന് വെക്കുക. ഇറ്റ്സ് സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻസ്. അപ്പൊ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോൾ ദ ട്രാൻസ്ഫർ വിൽ ബി കംപ്ലീറ്റഡ്, വെസ്റ്റിംഗ് വിൽ ഹാപ്പൻ.
അപ്പൊ അങ്ങനെ പറയുന്ന ഒരു അവസരത്തില് okay, section 18. See, what now I am taking is actually only the doctrine. Section 18 ഒക്കെ ഞാൻ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് ഈ ഒരു സെക്ഷൻ 18 എന്ന് പറയുന്നത് സെക്ഷൻ 14ന്റെ ഒക്കെ ഒരു എക്സെപ്ഷൻ വരുന്ന സെക്ഷനാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ഇന്ന് ജസ്റ്റ് ഒരു ഈ ഡോക്ട്രിൻസ് മാത്രം പറഞ്ഞു പോകാം. കാരണം 17ഉം 18ഉമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുള്ള ഒരു സെക്ഷൻ അല്ല. 18 ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു 14 ആൻഡ് 16. അപ്പം ഈ ഒരു 17ല് ഈ സോറി നമ്മളിപ്പോ പറയുന്നത് ആക്സലറേഷൻ ആണ് 27. അപ്പൊ 17 നേരത്തെ പറഞ്ഞത് അക്യുമുലേഷൻ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് അപ്പൊ ഇന്ന് ജസ്റ്റ് ഡോക്ട്രിൻസ് മാത്രമാണ്. ഇടയ്ക്കുള്ള സെക്ഷൻസ് വിൽ കവർ ഇറ്റ് ലേറ്റർ. ഈ ഒരു ഐ തിങ്ക് അപ് ടു 13 വി ഹാവ് ഓൾസോ we have already covered the sections in between up to 30 or so. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ അക്യുമുലേഷനിൽ വന്നിട്ട് ട്രാൻസ്ഫർ ഇൻ പെർപെച്യൂറ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക് ആണ്. അതായത് നമ്മളത് പറഞ്ഞതാണ് പബ്ലിക്കിന് ഈ 14 പെർപെച്യൂറ്റിയുടെ ഒക്കെ ഒരു എക്സംഷൻ വരുന്ന ഒരു കാര്യമാണ്. ഈ ലോ ഓഫ് പെർപെച്യൂറ്റി സെക്ഷൻ 14 നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് എക്സംഷൻ ആണ് ട്രാൻസ്ഫർ ഈ പബ്ലിക്കിനൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ഈ ഒരു എക്സംഷൻ ബാധകമാണ്. ഈ പെർപെച്യൂറ്റിയുടെ ആ ഒരു ബാർ വരുന്നില്ല ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ടു പബ്ലിക്. ഇപ്പൊ സെക്ഷൻ 18 ഇപ്പൊ ഞാൻ ഐ തിങ്ക് മിസ്റ്റർ സഫി ഒരു മെസ്സേജ് അയച്ചു ഇപ്പൊ 18 എന്താണെന്നുള്ളത്. അപ്പൊ 18 ഇത്രയേ ഉള്ളൂ. ദ റെസ്ട്രിക്ഷൻസ് ഇൻ സെക്ഷൻ 14, 15, 14, 16, 17 ഷാൽ നോട്ട് അപ്ലൈ in case the transfer of property for the benefit of the public in advancement of religion, knowledge, commerce, health, safety or any other object beneficial to mankind. അപ്പം അങ്ങനത്തെ ഒബ്ജക്റ്റീവില് പബ്ലിക്കിന് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി ആണെങ്കിൽ അങ്ങനത്തെ പ്രോപ്പർട്ടിയിൽ ഈ ഇങ്ങനത്തെ യാതൊരു ബാറും വരുന്നില്ല എന്നുള്ളതാണ് സെക്ഷൻ 18 പറയുന്നത്. ഓക്കെ, സോ വിൽ ഗോ ബാക്ക് ടു ദിസ് ആക്സലറേഷൻ. അപ്പം ആക്സലറേഷൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ കൺസെപ്റ്റ് കോൾഡ് ആൻ അൾട്ടീരിയർ ഡിസ്പോസിഷൻ. അല്ലെങ്കിൽ ഒരു അൾട്ടീരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിഡൻ എന്ന് പറയുന്ന മീനിങ് വരുന്ന ഒരു വേർഡാണ് അൾട്ടീരിയർ ഡിസ്പോസിഷൻ. അപ്പൊ നമ്മൾ ഒരു ട്രാൻസ്ഫറിൽ വെൻ ആൻ അൾട്ടീരിയർ ഡിസ്പോസിഷൻ ഈസ് മെയ്ഡ് ഇൻ എ ട്രാൻസ്ഫർ വിച്ച് ഷാൽ മേക്ക് ഇഫക്റ്റ് ഓൺ ഫെയിലിയർ ഓഫ് എ പ്രയർ ട്രാൻസ്ഫർ വിച്ച് ഈസ് എ കണ്ടീഷണൽ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെന്റിൽ ഒരു പ്രോപ്പർട്ടി ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ ഒരാൾക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എയ്ക്ക് ഇൻ ഫേവർ ഓഫ് എ നമ്മളൊരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാണ് സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻസ്. അപ്പൊ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പം എ വിൽ ഗെറ്റ് ദാറ്റ് പ്രോപ്പർട്ടി. അതേ ഡോക്യുമെന്റിൽ തന്നെ വി ആർ മേക്കിംഗ് ആൻ അൾട്ടീരിയർ ഡിസ്പോസിഷൻ സ്റ്റേറ്റിംഗ് ദാറ്റ് in case if the first interest or the first disposition fails, then the second disposition or the ulterior disposition shall take effect എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ നമ്മുടെ ഡിസ്പോസിഷൻ ഫെയിൽ ആയി നോക്കുക, കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തില്ല. ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാത്തപ്പോൾ നമ്മൾ ഈ എക്ക് കൊടുത്ത ട്രാൻസ്ഫർ ദാറ്റ് വിൽ നോട്ട് ടേക്ക് ഇഫക്ട്, ദാറ്റ് ഫെയിൽസ്. അത് ഫെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ അൾട്ടീരിയർ ഡിസ്പോസിഷൻ നമ്മൾ കൊടുക്കുന്നത് അത് ഫെയിൽ ചെയ്താൽ ആ പ്രോപ്പർട്ടി സിക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ആക്സലറേഷൻ പ്രകാരം ദാറ്റ് അൾട്ടീരിയർ ട്രാൻസ്ഫർ വിൽ ടേക്ക് ഇഫക്ട്. അപ്പം അതിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 27 ആണ്. കണ്ടീഷണൽ ട്രാൻസ്ഫർ ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ഫസ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പ്രയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫർ ആയിരിക്കണം. And it will be coupled with a transfer to another person, that is an ulterior disposition which shall happen on the failure of the prior disposition. അപ്പൊ അങ്ങനെ ഒറ്റ ഡോക്യുമെന്റിൽ തന്നെ നമ്മളിങ്ങനെ രണ്ട് ട്രാൻസ്ഫർ, ഒരു ഫസ്റ്റ് ട്രാൻസ്ഫർ ഒരു കണ്ടീഷണൽ ട്രാൻസ്ഫറും പറഞ്ഞു, എന്നിട്ട് അതിൽ തന്നെ പറയുവാണ് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാതെ ആ ട്രാൻസ്ഫർ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദിസ് പ്രോപ്പർട്ടി വിൽ ഗോ ടു എ തേർഡ് പാർട്ടി, അനദർ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഫസ്റ്റ് ട്രാൻസ്ഫർ ഏതെങ്കിലും കാരണവശാൽ നടക്കാതിരുന്നു കഴിഞ്ഞാൽ then the property will go to the second party. So that this particular phenomenon or this particular doctrine is called the doctrine of acceleration. ഇവിടെ രണ്ടാമത്തെ ആളിന്റെ ഉള്ള ഡിസ്പോസിഷൻ ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ the doctrine of acceleration എന്ന് പറയുന്നത്.
different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional